അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഗാർലിക് പൗഡറും ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. 3/4 കിലോ ഇഞ്ചി 3/4 കിലോ വെളുത്തുള്ളിയുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അരച്ചെടുക്കാനായി നല്ലതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചൂടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തട്ടിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ബാക്കിയുള്ളത് ഞാനൊരു കുപ്പിയിലേക്കും നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച വെളുത്തുള്ളിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതാ പീസാക്കി നമുക്ക് എടുത്ത് ഒരു സിംലോക്ക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗാർലിക് പൗഡർ ഉണ്ടാക്കാനായി ഞാൻ 250 വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറിലോ പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തെ വെയിൽ കൊള്ളിച്ചു കിട്ടാം. ഇനി നന്നായി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഗാർലിക് പൗഡറും കിട്ടി. പക്ഷെ വളരെ കുറച്ചുള്ളൂ കേട്ടോ. 250 കൊണ്ടൊന്നും ഉണ്ടാക്കിയാൽ നമുക്കൊന്നും ആവില്ല. അത്രയും കുറച്ചുള്ളൂ പൊടി. ഞാൻ മൊത്തം 1 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലീനിങ്ങിനൊക്കെ ആഴ്ചയിൽ 3 ദിവസം ഞങ്ങൾക്കൊരാൾ വരുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ളും പിന്നെ 2 ദിവസം ഉച്ചക്ക് വന്നാൽ വൈകുന്നേരം വരെ. അതുകൊണ്ട് ക്ലീനിങ് ഒന്നും ഞങ്ങൾക്കില്ല. എന്നാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഇതാ ഓരോ കള്ളിയിൽ നിന്നും പാത്രം താഴേക്ക് വെച്ച് തുടച്ചിട്ടാണ് അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുന്നത്. ഇതൊക്കെ എൻ്റെ മരുമകളാണ് കേട്ടോ തുടച്ച് വെക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞവൾ. കാരണം നമ്മൾ ഓരോ സമയത്തും ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്ര നല്ല വേഷത്തിലൊന്നും ആവില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ വീഡിയോ എടുക്കണ്ട, എടുത്ത് വെച്ചതിന് ശേഷം അമ്മ ഓരോ കള്ളി വീഡിയോ എടുത്തോളിന്ന് പറഞ്ഞു. അതാണ് ഞാൻ തുടക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. ഒരുപാട് കള്ളിയിൽ നിന്നും ഓരോ പാത്രങ്ങൾ ഇറക്കി വെക്കും, തുടക്കും, പിന്നെ അങ്ങോട്ട് തന്നെ വെക്കും. അതുതന്നെ നമുക്ക് കുറേ നേരം ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഒക്കെ പൊട്ടുന്ന പാത്രം ആയതുകൊണ്ട്. പിന്നെ അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാറി മാറി നമ്മൾ എടുക്കുന്നതല്ലേ. എന്നാലും ഇങ്ങനത്തെ ഒക്കെ സമയങ്ങളിലല്ലേ നമ്മളൊക്കെ ഒന്ന് എടുത്ത് പൊടിയൊക്കെ തട്ടി വെക്കുക. ഇതൊക്കെ നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ജോലികളല്ലേ. ഇവിടെ ഉമ്മ പറയൂട്ടോ ഞങ്ങളോട് ഒലക്ക മുതൽ ഉരൽ വരെ കഴുകും പണ്ടത്തെ ആൾക്കാരെന്ന്. പക്ഷെ അതൊന്നും ഇപ്പം നമുക്കില്ലല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.